പക്ഷെ അതിലുപരി കോൺഗ്രസ്സുകാർക്ക് തന്നെ അഭിമാനമാണ്. ഒപ്പം മറ്റ് പാർട്ടിക്കാർക്കും ഈ രാഹുലിൻ്റെ ഒരു ഗ്ലാമറിൻ്റെ ഒരു പ്രസരിപ്പുണ്ട്. രാഹുൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതെന്തോ പ്രശ്നമാവും എന്നുള്ളൊരു സാധനമുണ്ട്. അതൊരു പക്ഷേ ഒരു പ്രതിപക്ഷ MLA എന്നുള്ള രീതിയിൽ രാഹുലിന് പിന്നെ ഇപ്പൊ ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രതിപക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള അറിയിക്കാൻ പറ്റും. ഭരണപക്ഷത്തിന് ചെറിയൊരു പേടി വേണം പ്രതിപക്ഷ MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്തരത്തിലൊക്കെ അമ്മ ശ്രദ്ധിക്കാറുണ്ടോ ഒരു പ്രതിപക്ഷ MLA? ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ചർച്ചകളായാലും നിയമസഭയുടെ നിയമസഭ നടക്കുന്ന ദിവസം ഫസ്റ്റിലത്തേനും അങ്ങനെ അതുകൊണ്ട് ഇങ്ങോട്ടെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ആദ്യ ദിവസത്തെ പ്രസംഗം ഞങ്ങളും കേട്ടു. കുറച്ചൊരു ആർജവൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ തുടർന്നാൽ നന്നാവും എന്ന് തോന്നില്ലേ? അങ്ങനെ തന്നെ വിചാരിക്കുന്നു. അതെ 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 അതെ. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. ഈ ആദ്യത്തെ ദിവസം ഇംപ്രഷൻ കിട്ടുക, അതും എല്ലാവരും കേൾക്കാൻ നിൽക്കുക. അമ്മ ഇപ്പൊ ഞാൻ ബാക്കി വെച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്, അതും കൂടെ ചോദിച്ചിട്ട് പോവാം. അത് ഞാൻ ചോദിക്കാതെ തന്നെ അമ്മയ്ക്ക് അറിയാലോ, നീ ഉത്തരം പറഞ്ഞ ശരി എന്നാ അമ്മ ഉത്തരം പറയും. അമ്മ ഇതാ പറയുന്നത്. ആ ചോദ്യത്തിന്റെ അടുത്ത് വരുമ്പോഴത്തേന് ആര് ചോദിച്ചാലും ഇതാ ഉത്തരം പറയണത്. രാഹുലിന്റെ സ്വാതന്ത്ര്യത്തിന് ഞാൻ വിട്ടു. അങ്ങനെയൊന്നും വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അതാണ് അമ്മ വിടാൻ നിശ്ചയിച്ചു. നമ്മൾ വിട്ടു. ഞാൻ രാഹുലിന്റെ കൂടെയാണ്, അമ്മ രാഹുലിന്റെ കൂടെ അല്ല. അതാണ് പ്രശ്നം. അമ്മയെന്നല്ല ആരും രാഹുലിന്റെ കൂടെ അനുകൂലമാവില്ലല്ലോ. ബാക്കി നമുക്ക് നോക്കാം. ഞങ്ങൾ അമ്മയെ ഒഴിവാക്കുകയാണ്. എന്താ വെച്ചാൽ അമ്മയുടെ അഭിപ്രായം നമുക്ക് എന്തായാലും അറിയാം. ക്യാമറയൊക്കെ മറഞ്ഞു നിൽക്കുക, അമ്മ അത് പറയണ്ട. ആ പഴയ കാലം കൂടെ ഓർത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു ആശ്വാസമൊക്കെ അല്ലേ? അത്യാവശ്യം കുട്ടി മുതിർന്നു. അപ്പൊ അതിനൊരു ധൈര്യം ഉണ്ട് അല്ലേ വീട്ടിലും ഒക്കെ? ഇപ്പൊ വളരെ സന്തോഷമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ജയിലിൽ പോക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോകാൻ അല്ല, അങ്ങനെ പോകുമ്പോഴും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ഇപ്പൊ പേടിയൊന്നുമില്ല അങ്ങനെ പോകുമ്പോഴും. അല്ല, ഇനിയാണ് കൂടുതൽ സാധ്യതകളുള്ളത്, കൂടുതൽ ഉത്തരവാദിത്തമായി. മറ്റേത് ചെറിയ ലീഡറായിരുന്നു, ഇപ്പോ വലിയ ലീഡറാണ്, ഉത്തരവാദിത്തങ്ങളുള്ള ആളാണ്. അല്ല ശരി, എന്നാ സന്തോഷം. ഈ എല്ലാവരും ചോദിച്ചു മടുത്ത ചില ചോദ്യങ്ങൾ ഒഴിവാക്കുകയാണ്. പക്ഷെ എങ്കിലും ഇപ്പോ നമ്മള് ചില കാര്യങ്ങളിൽ ഇപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ ബുദ്ധൻ കുടുംബം ഉപേക്ഷിച്ച് പോയതല്ല, ആക്ച്വലി റിസർച്ച് സ്കോളറായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കുടുംബത്തിനെ ബാക്കിൽ നിർത്താൻ പറ്റാതെ പോയൊരു സാഹചര്യം ഉണ്ടായെന്ന് പറയുന്നു. അതേപോലെ രാഹുലിന് മനസ്സിനകത്ത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവാം. അതിന്റെ പുറകെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ആവശ്യമുള്ള ഒരു സമയം കൊടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ടായിരിക്കാം രാഹുൽ പല കാര്യങ്ങളും നീക്കി വെക്കുന്നത്. ചോദ്യങ്ങൾ പക്ഷേ വരുമ്പോൾ ഇതിനെ നമ്മൾ പേഴ്സണലി തന്നെ ചിലപ്പോൾ മറുപടി കൊടുക്കേണ്ടി വരും. കാരണം അത്ര അടുത്തേക്ക് അമ്മയായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ ഇതിനെ എങ്ങനെ താത്വികമായി അവലോകനം ചെയ്യും? ചോദ്യം തന്നെ അല്പം താത്വികമായിരുന്നു. പൊതുപ്രവർത്തകർ ആരായാലും, അത് ഏത് മേഖലയായാലും, അത് രാഷ്ട്രീയമാകട്ടെ, സാഹിത്യമാകട്ടെ, സാംസ്കാരിക മേഖലയാകട്ടെ, പബ്ലിക് സ്പേസിനെ നിൽക്കുന്ന ഏതൊരാൾക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്ക്, ഒരു രാഷ്ട്രീയ പ്രവർത്തനം രൂപപ്പെടുന്നതിനകത്ത് അയാളുടെ കുടുംബത്തിന്റെ സാക്രിഫൈസ് വളരെ വലുതാണ്, ഭയങ്കര കൂടുതലാണ്. മമ്മൂക്കയുടെ നയം വ്യക്തമാകുന്നു എന്ന് പറയുന്ന സിനിമ കാർത്തികേയൻ സാറിന്റെ ജീവിതത്തോട് വളരെ ചേർന്ന് നിന്നൊരു സിനിമയായിട്ടാണത് അന്ന് കേട്ടിട്ടുള്ളത്. കുറേ അധികം സത്യസന്ധമായ സിനിമ ഈ രാഷ്ട്രീയ സിനിമകളിൽ ഒന്നാണ്. സറ്റയറായിട്ടുള്ള സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് നയം വ്യക്തമാകുക എന്നുള്ളത്. നമ്മൾ ഈ കാണുന്ന ഒരു പ്രിവിലേജ് ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിന് ഉണ്ടാകും. പൊതുപ്രവർത്തകർ, രാഷ്ട്രീയക്കാരുടെ ജീവിതത്തിന് നമ്മൾ ഈ കാണുന്ന, വിമർശിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ടാകില്ല. ചിലപ്പോൾ നമുക്ക് വലിയ ഈ നോട്ടത്തിലെ സൗകര്യങ്ങൾ ഉണ്ടാകും, പക്ഷെ അതിനകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. ഇപ്പം ഈ സ്റ്റേറ്റ് പിടിച്ചെടുത്തതിന് ശേഷം നെട്ടൂരാൻ ഭാര്യയുടെ പ്രസവത്തിന് മരുന്നിന് വേണ്ടിയിട്ട് പണമില്ലാതെ ഓടുന്നൊരു ഓട്ടമുണ്ട്, നെട്ടൂരാൻ്റെ ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടമൊക്കെ ഉള്ള ഒത്തിരി പൊതുപ്രവർത്തകർ, മഹാഭൂരിപക്ഷം പൊതുപ്രവർത്തകർ അതാണ്. കാരണം മന്ത്ലി ബഡ്ജറ്റിനെ ഒന്ന് ഒരുമിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ഇവരുടെ ഒരു കെട്ടും മട്ടും ഒരു ജീവിത ജാടയൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഇത്ര വലിയ പ്രയാസം ഉണ്ട് എന്ന് നല്ല വേഷപ്പെടും ധരിക്കും, നല്ല രീതിയിൽ ഇങ്ങനെ ജീവിച്ച് കാണിക്കും. പക്ഷെ ഇവരനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. അപ്പൊ അതിനകത്ത് കുടുംബത്തിന്റെ ഒരു ബാക്കപ്പ്, കുടുംബത്തിന്റെ ഒരു സാക്രിഫൈസ് വളരെ വലുതാണ്. അമ്മ തോളോട് തോൾ ചേർന്ന് നിൽക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നോക്കാം നമുക്ക്. അതെ അതെ, അമ്മയുടെ മനുഷ്യനൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ പല സിനിമകളിലും കോൺഗ്രസ്സുകാരെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതിപ്പോൾ ക്ലാസ്മേറ്റ്സ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ കോൺഗ്രസിനെ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയാണ്. ഇപ്പോൾ ലാൽസലാമിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള സിനിമയാവുമ്പോഴും അതിനകത്ത് ഉണ്ടാവുന്ന ചില വിമർശനങ്ങൾ ഉണ്ടാവും. പക്ഷെ പൊതുവിൽ ഇടതുപക്ഷ സിനിമകൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, അതിപ്പോൾ സന്ദേശം സിനിമ വരുമ്പോൾ മാത്രമാണ് ഒരുപക്ഷെ ഇപ്പുറത്തെ സൈഡിൽ ട്രോളാൻ വേണ്ടിയിട്ട് ഒരു കുന്ന് സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തോട് സപ്പോർട്ട് ചെയ്യുന്ന സിനിമകളായിരുന്നു കൂടുതൽ
നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇത്തരത്തിലുള്ള സിനിമകളിൽ ഈ സന്ദേശം ഒരു വലിയൊരു ബെഞ്ച് മാർക്കാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. സിനിമകൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത് ആ തരത്തിൽ? അല്ല, അതിനകത്തൊരു കാരണം ഞാൻ അതിനെ വിമർശിക്കാനൊന്നുമില്ല. അത് അവരുടെ രാഷ്ട്രീയമാണ്, അവരുടെ രാഷ്ട്രീയം തന്നെയാണത്. വടക്കൻ സെൽഫിയിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാതൊരു ഡയലോഗ് ഉണ്ട്, വിജയരാഘവൻ പറയുന്നത്. ഞാൻ പഴയ SFI ആണെന്ന് പറഞ്ഞ് അതിന്റെ ആ ചലച്ചിത്രത്തിൽ പ്രവർത്തിച്ച ആരുടെ ഒരാളുടെ രാഷ്ട്രീയത്തെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പം ചില സമയത്ത് ഇങ്ങനെ പോകുമ്പം ഒരു കലിങ്ങിനകത്ത് ഒരു CPM-ന്റെ ഒരു ചുമരെടുത്ത് ബോധപൂർവ്വം വയ്ക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തും. അത് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതും ആയിരിക്കില്ല, പക്ഷെ അത് അവരുടെ ഒരു രാഷ്ട്രീയം അവർ വളരെ ഭംഗിയായി പറഞ്ഞു. അതിനകത്ത് തെറ്റ് അവർക്ക് പറയാമല്ലോ, അവർക്ക് പറയുന്നതിനകത്ത് തെറ്റ്. പക്ഷെ അത് ശരിയാകണം. ഞങ്ങളെ ഒരു കോളേജ് യൂണിയനെ പരാജയപ്പെടുത്തിയ സിനിമയാണ് ക്ലാസ്മേറ്റ്സ്. ഞങ്ങൾ ജയിക്കും എന്ന് ഉറപ്പിച്ചിരുന്ന വർഷത്തെ കാത്തലിക്കറ്റില് ആ വർഷം ക്ലാസ്മേറ്റ്സ് ഇറങ്ങുകയും KSUക്കാരല്ല ഞങ്ങളെല്ലാം കഞ്ഞിക്കുഴിമാരാവുകയും അവർ ഭയങ്കര സുകുമാരന്മാരാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ക്ലാസ്സിൽ കയറി ക്ലാസ്മേറ്റ്സിനെ പറ്റി ക്യാമ്പയിൻ വർക്ക് ചെയ്യേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. ഇവര് കയറിയിട്ട് നമ്മൾ കഞ്ഞിക്കുഴിയാണ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് പറയണമല്ലോ. അപ്പോൾ നമ്മൾ കണ്ടോ കാമുകിയെ കൊണ്ടുവന്ന് രാത്രിയിൽ കട്ടിലൂടെ എടുത്തുകൊണ്ടുവന്ന് റോഡിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് ഇടുന്നതാണ് അവരുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമയെ പറ്റി നമുക്ക് ക്യാമ്പയിനൊക്കെ ചെയ്യേണ്ട ഗതികേട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് 90-കൾക്ക് ശേഷം SFI പശ്ചാത്തലമുള്ള കുറേയേറെ ആളുകൾ സിനിമാ മേഖലയിലേക്ക് വന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവരുടെ രാഷ്ട്രീയം കാണിക്കും. ആ രാഷ്ട്രീയത്തെ ഇപ്പം ക്ലാസ്മേറ്റ്സ് സിനിമയിലെ സതീശൻ കഞ്ഞിക്കുഴി കണ്ടിട്ട് അത് പൊളിറ്റിക്കലി ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല കാണിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചിരിക്കാറുണ്ട്. വെള്ളിമൂങ്ങയിലെ കഥാപാത്രങ്ങളെ കാണുമ്പം നമ്മൾ അത് കണ്ടു ചിരിക്കാറുണ്ട്. വെള്ളിമൂങ്ങ കണ്ടിട്ട് അസ്വസ്ഥപ്പെട്ട ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഒരാളെ പോലും കാണിക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പിച്ചു പറയാം, ആ വെള്ളിമൂങ്ങ തിരിച്ചാണ് ഇറങ്ങുന്നതെങ്കിൽ ആ സിനിമയ്ക്ക് തിയേറ്ററുകൾ ഉണ്ടാകില്ല. ഇപ്പം ഈട ഉദാഹരണം. ഈട വേറൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രണയവും ഒരു വേറെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ ഈട എങ്ങനെയാ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടത്? ചാവേർ എങ്ങനെയാ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടത്? ലെഫ്റ്റ് റൈറ്റ് എങ്ങനെയാ അവര് സ്വീകരിച്ചത് എങ്ങനെയാ? ഞാൻ പറഞ്ഞ അതിന്റെ ആവശ്യമില്ല. ആ അസ്വസ്ഥതയുടെ ആ ഇൻടോളറൻസിന്റെ ആവശ്യമില്ല. അതൊരു എമർജൻസിയാണ്, ഒരു കൾച്ചറൽ എമർജൻസിയാണ്. അതിന്റെ ആവശ്യമില്ല. അവരിറക്കട്ടെ, അവർ സിനിമ ഇറക്കട്ടെ, നമ്മൾ ആ സിനിമയെ പറ്റി പറയും, നമ്മൾ ആ സിനിമ കണ്ടിട്ട് ആ സിനിമയെ പറ്റി പറയും. ഇനി നമുക്ക് അതിനപ്പുറം ചെയ്യണം. നമ്മൾ പകരം സിനിമ എടുക്കുന്നേ, നിങ്ങൾ പകരം സിനിമ എടുത്തു, പ്രശ്നം തീർന്നില്ലേ? അതിനകത്ത് ഇത്ര വലിയ കാര്യമുള്ളത്. ഈ അത്തരത്തിൽ വല്ലാതെ വിമർശിക്കപ്പെടാതെ ഇവരും കൂടെ ഏറ്റെടുത്തൊരു സിനിമ അറബിക്കഥയാണ്. ചോര വീണ മണ്ണിൽ നിന്നുള്ള പാട്ട് CPM-ന്റെ ഒരുവിധം എല്ലാ സമ്മേളനങ്ങളിലും അവർ ഇടാറുണ്ട്. ആ പാട്ടിന്റെയും ലാൽ സലാം എന്ന് വിളിക്കുന്നതൊക്കെ ഒരു രസത്തിലാണ് അവർ ഈ പാട്ട് എടുത്തതെന്ന് എന്റെ വിചാരം. അവരിടയ്ക്ക് വരിയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനൊരിക്കൽ അനിൽ പരശുരാനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഭാഗ്യവാനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു നിങ്ങൾ അവർക്കെതിരെ ഒരു പാട്ട് അവരെ വിമർശിച്ചില്ല എന്ന് മാത്രമല്ല,